ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണം അനുവദിക്കില്ല എന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷവും സജീവ പൊതിച്ചോർ വിതരണവുമായി ഡിവൈഎഫ്ഐ കോഴിക്കോട് പൊതിച്ചോർ വിതരണത്തിൽ PA മുഹമ്മദ് റിയാസും പങ്കെടുക്കുന്നുണ്ട്. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, വലിയ വിമർശനം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പാവങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിലാണ് ഈ ഇത്തരത്തിൽ മന്ത്രി അതിനാണ് അനുമതി നിഷേധിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ തങ്ങളുടെ പദ്ധതിയുമായി ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണോ ഡിവൈഎഫ്ഐയുടെ നിലപാട്? ഇപ്പോൾ എന്താണ് കോഴിക്കോട് നടക്കുന്നത്? അതേ സ്വാതി, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി എല്ലാ ദിവസവും മുടങ്ങാതെ ഇതേ സമയത്ത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം ഇവിടെ നടക്കാറുണ്ട്. ഓരോ മേഖലാ കമ്മിറ്റികളാണ് ഓരോ ദിവസവും പൊതിച്ചോറുകൾ ഇവിടേക്ക് എത്തുന്നതും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശം അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്നും എല്ലാ ദിവസത്തിനും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ പൊതിച്ചോറ് വിതരണത്തിനായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയും MLA-യുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഈ പൊതിച്ചോറ് വിതരണത്തിൽ പങ്കാളികളാകാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവിടെ തൊട്ട് പുറത്തായി നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് എല്ലാ ദിവസവും ഇതുപോലെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരും. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്, ഓരോ ദിവസവും ഭക്ഷണം വാങ്ങുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഇന്നും നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളെയും തങ്ങൾ പരിഗണിക്കില്ല, അതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുൻപോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിവിടെ ഇന്ന് ഈ പൊതിച്ചോറുമായി കൊണ്ടുവന്ന ഈ ഒരു ഫ്ലക്സ് ഞാനൊന്ന് കാണിച്ചു തരാം. അതിൽ ഒരു വലിയ പരിഹാസം, ആരോഗ്യമന്ത്രിയെ വലിയ രീതിയിൽ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പും അതിലുണ്ട്. എറണക്കെട്ട കിങ്ങിണിക്കുട്ടന്റെ വഷളൻ തലച്ചോറല്ല, ഇത് കരുതലിന്റെ പൊതിച്ചോറ് ഹൃദയപൂർവ്വം എന്നുള്ളതാണ് ആ ഒരു ഫ്ലക്സിലും എഴുതിയിട്ടുള്ളത്. അങ്ങനെ നമ്മളോടൊപ്പം മുഹമ്മദ് റിയാസ് കൂടി ചേരുകയാണ്. അല്ല, മന്ത്രി ഒരു സാമന്ത രാജാവാവരുത്, ഇതൊക്കെ ചർച്ച ചെയ്ത് പോകണം. കഴിഞ്ഞ 9 വർഷമായിട്ട് ആർക്കും പരാതിയില്ലാതെ എല്ലാ ആളുകളും അംഗീകരിച്ച് വീടുകളിൽ നിന്ന് ശേഖരിച്ച് എല്ലാ മാനദണ്ഡവും പാലിച്ച് നൽകുകയാണ്. ഒരു പരാതി ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ പെട്ടെന്ന് ഇത്തരം ഒരു നിലപാടെന്തിനും എടുക്കുന്നു? മന്ത്രി ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറരുത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ടല്ലേ പോകേണ്ടത്. ഒരു സാമന്ത രാജാവിനെ പോലെ ഇങ്ങനെയാണ് അങ്ങനെയാണ് ആശുപത്രിയിൽ ആരെയും കയറ്റൂല. ആരെയാണ് പേടിപ്പിക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, ഡിവൈഎഫ്ഐ എന്നാൽ ഇന്ന് ഏറ്റവും അധികം രക്തദാനം നൽകിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഈ ആശുപത്രി ഉൾപ്പെടെ പല അനീതിയുടെയും ഭാഗമായി നിലകൊണ്ടപ്പോൾ ഇതിനെതിരെ പോരാടി ജീവൻ നൽകാൻ തയ്യാറായി പോരാട്ടം നടത്തിയ സംഘടനയാണ്. ജീവൻ നൽകാൻ തയ്യാറുള്ള ഒരു പ്രസ്ഥാനത്തോടാണ് ചോറ് നൽകരുതെന്ന് പറയുന്നത്. എവിടുത്തെ ന്യായമാണ് ഇത്? ഡിവൈഎഫ്ഐ മാത്രമല്ല, ഡിവൈഎഫ്ഐയിൽ മുൻകാലം പ്രവർത്തിച്ച എല്ലാവരും, ഇതിൻ്റെ ഭാഗമായ എല്ലാവരും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ ജനങ്ങളാകെ ഇതിനോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വന്ന് വിളിച്ചപ്പോൾ ഇത് ശരിയല്ല, ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ എന്ന്. ഒരു ചർച്ചയിലൂടെയല്ലേ ഇങ്ങനെ പ്രഖ്യാപനം നടത്തേണ്ടത്? ഒരു ചർച്ചയില്ലാതെ ഒരു സാമന്ത രാജാവിനെ പോലെ ഒരു മന്ത്രി പറയാണ് ഇതിനകത്ത് പാടില്ല. അതുകൊണ്ട് ആളുകൾ അങ്ങോട്ട് ഭയപ്പെട്ടു പോകുന്നൊന്നും കരുതരുത്, ചർച്ച ചെയ്യട്ടെ. മന്ത്രിയോട് പലപ്പോഴും നടത്തുന്ന ചോദ്യങ്ങൾ അദ്ദേഹം വളരെ നിഷേധാത്മകമായി തന്നെ പൂർണ്ണമായും ഇത് നടക്കില്ല, കമ്മ്യൂണിറ്റി കിച്ചൺ വഴി തന്നെ ഭക്ഷണം കൊടുക്കണം, ആ നിലയിലാണ് മന്ത്രി പ്രതികരിക്കുന്നത്. അതൊക്കെ ചർച്ചയിലൂടെ തീരുമാനിക്കാന്ന്. ഈ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് ചർച്ചയിലൂടെയല്ലേ തീരുമാനിക്കേണ്ടത്? ശരി ബെൻസൺ, എന്തായാലും ഇപ്പോൾ PA മുഹമ്മദ് റിയാസ് പറയുന്നത് പോലെ ഒരു ചർച്ച വേണമായിരുന്നു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. അവരുടെ ആ പദ്ധതിയെ തകർക്കുന്ന നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് പറയുന്നത്.